ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ മക്കളുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ പോവുകയാണ്. നല്ല മഴയായതുകൊണ്ടാണ് ഇന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. മക്കളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം സ്കൂട്ടിക്ക് പോകുന്നതല്ലേ, ബസ്സിന് പോകാനുള്ള എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ്. ബസ് വരുന്നതിന് മുമ്പുള്ള വീഡിയോ എടുപ്പും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബസ് വരും കേട്ടോ. ബസ് വന്ന് ബസ്സിൽ കയറിയിരുന്ന് നല്ല മഴയുണ്ട്. പൊന്നു കയറിയാട് മുന്നിലേക്ക് പോയിരുന്നിന് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ യാത്ര. പിന്നെ സ്കൂളിലെത്തിയ സമയത്ത് ഇതാ തകർത്ത് ആടുവാണ്. മക്കളൊക്കെ പാട്ടും വെച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. അപ്പോൾ ഓണാഘോഷം, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓണാഘോഷമല്ലേ, അപ്പോൾ അടിച്ച് പൊളിക്കുവാണ്. ഇതാ മിനുവിൻ്റെ ക്ലാസ്സിൽ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പൊന്നും വന്നിട്ടുണ്ട്, പൂവിടാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട്. പിന്നെ പൊന്നുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് ആടിയിടിയും ആടുന്നു ഓടുന്നു തുള്ളലും വിളിക്കലെല്ലാം ആണ് ഉണ്ടായത്. പിന്നെ എല്ലാവരും കൂടെ കുഞ്ഞുമക്കളെല്ലാം നിന്നിട്ട് ഇങ്ങനെ പൂക്കളത്തിന് മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പം എന്തോ ഒരു പഴയ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞുമക്കളെ പൂക്കളം അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പൂക്കളിട്ട് കഴിയുമ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് തുടങ്ങി. പരിപാടികൾ ആരംഭിക്കുകയായി. ഫസ്റ്റ് തന്നെ ടീച്ചർമാരുടെ തിരുവാതിര കളിയായിരുന്നു. അതിന് നടുക്ക് നിൽക്കുന്ന ആളാണ് നമ്മുടെ മഹാബലി ആയിട്ട് വേഷം ഇട്ടിട്ടുള്ളത് നമ്മളെ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർമാരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇത്രത്തോളം പഠിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം എടുത്തിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എല്ലാവരും. നമ്മുടെ കുഞ്ഞു മാവേലി അതിനിടയ്ക്ക് എല്ലാവരോടും കുശലാന്വേഷണത്തിലാണ്. മാവേലിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തും തണ്ടെല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാവരോടും സുഖവിവരങ്ങൾ അന്വേഷിച്ച് നടക്കുവാണ് മാവേലി. അങ്ങനെ ആവണമല്ലോ അല്ലേ. അത് കഴിഞ്ഞിതാ കുഞ്ഞു മക്കളുടെ മിഠായി പറക്കലാണ്. ആദ്യത്തെ ട്രയലിൽ തന്നെ അവരെല്ലാവരും വാരിയെടുക്കാൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ ഇട്ട പറക്കലിനാണ് എല്ലാവരും പറക്കിയെടുക്കാൻ തുടങ്ങിയത്. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് PTA വക സമ്മാനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് അമ്മമാർക്കൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ അമ്മമാരും നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. PTA അംഗങ്ങളും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ബോൾ പാസിങ് കളിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത്രയും അമ്മമാരിൽ ലാസ്റ്റ് 3 ആളിൽ ഒരാൾ ഞാനുണ്ടായിരുന്നു. മടിച്ചോണ്ട് പോയ ഞാൻ 3ാമത്തെ ആളായി മാറിയതിൽ തന്നെ സന്തോഷമുണ്ട്. സമ്മാനം വാങ്ങുക അല്ലല്ലോ, മത്സരിക്കുക എന്നതാണല്ലോ അല്ലേ. പിന്നെ പെൺകുട്ടികളുടെ കസേരകളി കണ്ടപ്പം ഞാൻ എൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കസേര കളിക്ക് എല്ലാ തവണയും ഫസ്റ്റ് വാങ്ങുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് സത്യത്തിൽ ഇപ്പം തലകറക്കം വരുന്ന രീതിയിലാണ് ഉണ്ടായത്. കാരണം അതുപോലെയായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് കസേര കളി എന്താണെന്ന് പോലും കറക്റ്റ് അറിയുന്നില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൺകുട്ടികളുടെ കസേര കളിയായിരുന്നു ഉണ്ടായത്. ഇത് ഓരോരോ ക്ലാസ് തലത്തിലായിരുന്നു നടത്തിയിരുന്നത്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അങ്ങനെ 7ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് കുപ്പിയിൽ വെള്ളം നിറക്കലിനുള്ള മത്സരം. അതും അടിപൊളിയായിട്ട് മക്കൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആവേശം തന്നെയായിരുന്നു മക്കൾക്ക് എല്ലാവർക്കും. ആർപ്പുവിളിയും ആരവം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിതാ അതിനിടയ്ക്കാണ് മിന്നു ഇങ്ങോട്ട് ഓളെ ക്ലാസ്സിലേക്ക് ചാടിയിട്ടാണ്. അണ്ണന്മാരും ഉണ്ട് കേട്ടോ.
അതിനിടയ്ക്ക് എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള 2 മക്കൾ വന്നിട്ട് പറഞ്ഞു, ആൻറ്റി നല്ല രസമുണ്ട് കേട്ടോ, വീഡിയോസൊക്കെ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പൊന്നു മക്കൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ, കാരണം നമ്മളെ 2 ആൾക്കാർ അറിയുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നല്ല സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. മത്സരങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി സദ്യയിലേക്കാണേ. സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അതിനിടക്കാന്ന് മിന്നൂസും വന്നിട്ടുണ്ട്. മിന്നൂസിൻ്റെ ഭക്ഷണം ആദ്യത്തെ ആ ഒരു പന്തിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾക്കെല്ലാം ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ പിടിച്ചിരുത്തിയതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കക്കറ ഓട്ടോ തൊഴിലാളികളാണ്. എല്ലാവരും സജീവമായിട്ടുണ്ട്, വിളമ്പാനും എല്ലാത്തിനായാലും ഉണ്ട് കേട്ടോ. അപ്പം മിന്നുവിനെ ഇങ്ങനെ ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് മിന്നുവിനായിട്ട് വേറെ തന്നെ കൊടുത്ത് മിന്നു തിന്നുന്നത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു കലാശക്കൊട്ട് എന്തിനും വേണം അല്ലേ. അപ്പം ഇവിടെ പാട്ട് വെച്ച് മക്കളെല്ലാം എൻജോയ് ചെയ്ത് തുള്ളാണ്. ഇനിയിപ്പോൾ 10 ദിവസത്തെ വെക്കേഷനാണല്ലോ. അപ്പം പൂർവ്വ വിദ്യാർത്ഥികളായ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് മക്കളൊക്കെ. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തൊരു പുത്തരിയൊന്നും അല്ല. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തുള്ളാന്ന് പറയുമ്പോൾ 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടാവുക. ഇപ്പം പിന്നെ ഇത് എല്ലാവരും ആർമാദിക്കാൻ തയ്യാറായിട്ട് തന്നെയാണുള്ളത്. അതിനിടയ്ക്ക് മിന്നു സ്കൂളിൽ നിന്ന് വരാനുള്ള കൂട്ടമൊന്നുമില്ല. പൊന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പറക്കി കൂട്ടിയിട്ട് നമ്മൾ ബസ്സിൽ, അതായത് സ്കൂൾ ബസ്സിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം നമ്മളെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ മനോജേട്ടനോട് ചോദിച്ചു, മനോജേട്ടാ നമ്മളെയും കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മനോജേട്ടൻ പറഞ്ഞു കയറിക്കോ പറഞ്ഞിട്ട് കയറിയതായിരുന്നേ. പൊന്നൂസ് മനോജേട്ടൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പൊന്നൂസിന് ഒരു കമ്പി കിട്ടിയാൽ മതി, അവിടെ ഇരുന്നോളൂ. മിന്നു അണ്ണന്മാരുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ടാറ്റാ.